അപ്പോൾ നാം ഏവരും ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നിട്ടുള്ള SSC GD കോൺസ്റ്റബിളിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം ഒരു 2:45 ആ ഒരു സമയം അടുപ്പിച്ച് അവർക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഇതുപോലെ മെസ്സേജ് വന്നിട്ടുണ്ട്. അവരെനിക്ക് സെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. സോ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. SSC KKRൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ അവൈലബിൾ ആണെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാക്സിമം ഈ ഒരു കാര്യം നിങ്ങൾ സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ അതെങ്ങനെ ചെക്ക് ചെയ്യാം, നമുക്ക് എപ്പോൾ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ലഭിച്ചു തുടങ്ങും തുടങ്ങിയ വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം ആദ്യമായിട്ട് അപ്പിയർ ചെയ്യാൻ പോകുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. ഏറെ പ്രതീക്ഷ നൽകി അപ്പിയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ കയ്യിലുള്ള ഡിഫൻസ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക. നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം. സോ ഈ ഒരു നിമിഷത്തിൽ SSC KKRൻ്റെ വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ്ലി എൻ്റർ ആവാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആ ഒരു സൈറ്റിൽ കയറുന്നത് കൊണ്ടാവാം. എനിവേ പ്രശ്നമല്ല. കാരണം നേരത്തെ നമ്മൾ ഈ ഒരു സൈറ്റ് ഡയറക്റ്റ്ലി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കുന്ന ഭാഗം ഡയറക്റ്റ്ലി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതായത് KKRൻ്റെ വെബ്സൈറ്റ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ KKR കേരള കർണാടക റീജിയൻ കോൺസ്റ്റബിൾ GD ഇൻ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് CAPFs NIA SSF ആൻഡ് റൈഫിൾമാൻ GD ഇൻ ആസാം റൈഫിൾസ് എക്സാമിനേഷൻ 2024 ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്. ദിസ് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആണ് ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കാം രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്. ആ രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക, തെറ്റുകൂടാതെ എൻ്റർ ചെയ്യുക. എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ജനന തീയതി, ഡേറ്റ് അതായത് ദിവസം, അതുപോലെ തന്നെ മന്ത്, മാസം, ഇയർ എന്നിങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഐ ഹാവ് നോട്ട് ദി അബോവ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഐ അഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോളം ടിക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ നോക്കുക, താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നോക്കുക. അവിടെ നിങ്ങൾ അഡ്മിറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള അഡ്മിറ്റ് കാർഡ് വളരെ പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ അത് ഉടനെ റിലീസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാനുള്ളത്, ഇത് ഒരുപാട് പേർക്ക് റിജക്റ്റ് ആവുമെന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ബ്ലറർ ആയിട്ടുള്ള ഫോട്ടോ അതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ റിജക്റ്റ് ആവുമെന്നുള്ള കാര്യം നമ്മൾ അപേക്ഷ തുടങ്ങിയ സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ അതിനുവേണ്ടി മാത്രം ചെയ്തിട്ട് എങ്ങനെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, റിജക്റ്റ് ആവാതെ എങ്ങനെ നോക്കണം, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് എല്ലാവരും ചെയ്ത് കാണും. കൃത്യമായിട്ട് തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എഡിറ്റിംഗ് ടൈമിൽ അത് മാറ്റി കാണും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. ആർക്കും ആ ഒരു പ്രശ്നം ഈ തവണ റിജക്റ്റഡ് എന്ന് കാണില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും അഡ്മിറ്റഡ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. കാരണം അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടായിരുന്നു ആ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരാൾ പോലും റിജക്റ്റ് ആയി പോകരുത് എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ലിങ്കിലൂടെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത് ലക്ഷദ്വീപ്, കർണാടക, കേരള റീജിയനിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ്. ലൊക്കേറ്റഡ് ആ ഒരു പ്ലേസിലുള്ളവർക്കാണ് ഇതിലൂടെ ചെക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇത് എക്സാമിനേഷൻ സെൻറ്റേഴ്സ്, ഡേറ്റ്, ഷിഫ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ GD ഇൻ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് CAPFs NIA SSF ആൻഡ് റൈഫിൾമാൻ GD ഇൻ ആസാം റൈഫിൾസ് എക്സാമിനേഷൻ 2024 റിട്ടൺ admitted candidate shall be published. അഡ്മിറ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ പബ്ലിഷ്ഡ് ഓൺ ദി വെബ്സൈറ്റ്. അതായത് ഈ ഒരു കാര്യങ്ങൾ, ഡേറ്റും കാര്യങ്ങളൊക്കെ ഉടനെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും, സൈറ്റിലൂടെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വന്നിട്ടുള്ളത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആണ്. അതിനുശേഷം നമ്മൾക്ക് എക്സാമിനേഷൻ്റെ ഡേറ്റ്, ഷിഫ്റ്റ്, അതുപോലെ തന്നെ ഏത് ലൊക്കേഷനിൽ വെച്ചിട്ടാണ് നമുക്ക് എക്സാം നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഇതും കൂടി വരാനുണ്ട്. അതായത് അടുത്തൊരു അപ്ഡേറ്റും കൂടി വരാനുണ്ട്. അഡ്മിറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും അത് വരും. അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആ ഒരു ടൈമിന് ശേഷം കൃത്യമായിട്ട് നമുക്ക് പറയും ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. എക്സാമിന് 4-5 ദിവസങ്ങൾക്ക് മുമ്പൊക്കെയാണ് നമുക്ക് അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആയി തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും എപ്പോഴാണ് നമ്മളുടെ അഡ്മിറ്റ് കാർഡ് കയ്യിൽ ലഭിക്കുക എന്നുള്ള കാര്യം. ചുരുക്കി പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. വലിയ കാര്യമായിട്ട് നിങ്ങൾ എടുക്കേണ്ടതില്ല. ആദ്യമായിട്ട് ഇതൊക്കെ നോക്കുന്നവർക്ക് ചിലപ്പോൾ ഇതൊക്കെ തോന്നും, പക്ഷെ അത്ര വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിറ്റഡ് എന്ന് കാണുകയാണെങ്കിൽ ഒരു 4-5-6 ദിവസം കഴിഞ്ഞിട്ട് അടുത്തൊരു അപ്ഡേറ്റ് വരും. അതിൽ എപ്പോഴാണ് നിങ്ങളുടെ എക്സാം, എപ്പോഴാണ് പരീക്ഷ നടക്കുക, എവിടെ വെച്ചാണ് പരീക്ഷ നടക്കുക, ഏത് സമയത്താണ് പരീക്ഷ നടക്കുക, ഇങ്ങനെ ഒരു കാര്യം തരും. അപ്പോൾ ആ ഒരു കാര്യം കൂടി വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് സമയം മനസ്സിലായല്ലോ, എവിടെ വെച്ചിട്ടാണ്, ഏത് സമയത്താണ്. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഇത്ര ദിവസം മുമ്പ് അഡ്മിറ്റ് കാർഡ് ലഭിക്കും എന്നുള്ള കാര്യം കൂടി, അഡ്മിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ പരീക്ഷയ്ക്ക് പോകുന്ന ഒരു സർട്ടിഫിക്കറ്റ് അറിയാവുന്നതാണ് എല്ലാവർക്കും. അപ്പോൾ അത് ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. ജസ്റ്റ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എൻ്റർ ചെയ്യുക. ദെൻ നിങ്ങളുടെ ചെക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക്
എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് നോക്കാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ മറന്നുപോയി അല്ലെങ്കിൽ എത്രയാ എങ്ങനെയാ കൃത്യമായിട്ട് അറിയില്ല എന്നൊരു പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ, ഇഫ് യു ഡു നോട്ട് നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ പ്ലീസ് ചെക്ക് ഹിയർ. നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക, നിങ്ങളുടെ പേര് കൃത്യമായിട്ടുള്ള പേര് ഇവിടെ എൻ്റർ ചെയ്യുക. ഫസ്റ്റ് 4 ക്യാരക്ടേഴ്സ് 4 അക്ഷരങ്ങളാണ്, ആദ്യത്തെ 4 അക്ഷരങ്ങളാണ് എൻ്റർ ചെയ്യാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേരിൻ്റെ തുടക്കം, ഫോർ എക്സാമ്പിൾ ഫൈസൽ എന്നാണെങ്കിൽ FAIZ 4 അക്ഷരങ്ങൾ മാത്രം നിങ്ങൾ എൻ്റർ ചെയ്താൽ മതിയാകും എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റർ യുവർ ഫാദർ നെയിം, ഫസ്റ്റ് 4 ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പ്ലീസ് എൻ്റർ യുവർ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പറഞ്ഞിട്ടുള്ളത്, ഡേറ്റ് മന്ത് അത് ഫുള്ളായിട്ട് എൻ്റർ ചെയ്യണം. എന്നിട്ട് സെർച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം യാതൊരു പ്രശ്നവും ആർക്കും ഇല്ലയെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഇതിനെപ്പറ്റി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ ഇത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്ക്, ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. ഓൾസോ കമൻറ്റ് ബോക്സിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇതായി കമൻറ്റ് ചെയ്യുക, അഡ്മിറ്റഡ് ആണെന്ന് കമൻറ്റ് ചെയ്യുക. അഡ്മിറ്റഡ് ആണെന്ന് കരുതുന്നു എല്ലാവരും, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കുക.